ഹായ്, ഞാൻ ഷിഫ മറിയം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ മാസം നാട്ടിലേക്ക് പോയിരുന്നു. വീട്ടിലൊന്നും പറയാതെ സർപ്രൈസായിട്ട് പോകാമെന്ന് വിചാരിച്ചൊരു യാത്രയായിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഞാൻ പ്രാഗിൽ നിന്ന് വിയന്ന വഴി പോകാനാണ് വിചാരിച്ചത്. പ്രാഗ് ടു വിയന്ന ട്രെയിനിൽ പോയിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റിൽ പോകാമെന്ന്. കാരണം പ്രാഗിൽ നിന്നുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റുകളൊക്കെ ഭയങ്കര ചാർജ് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ വിയന്ന വഴി പോകാം. വിയന്നയിലേക്ക് ഇവിടുന്ന് ആകെ ഒരു 4 മണിക്കൂർ ട്രെയിനേ ഉള്ളൂ. ഞാനാണെന്നുണ്ടെങ്കിൽ ഇതുവരെ പോയിട്ടുമില്ല. അപ്പോൾ അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ സ്യൂട്ട് കേസൊക്കെ വെച്ചു ട്രെയിനിൽ കയറി. ട്രെയിനിൽ അധികം ആളുകളൊന്നുമില്ല. അപ്പോൾ കൂടുതൽ തിരക്ക് ഒന്നുമില്ല. ഞാനിരിക്കുന്ന ആ ഭാഗത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ 1-2 പേരൊക്കെ അപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ട്രെയിനിലൊക്കെ കയറി. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. ഞാനതൊക്കെ മറന്നു പോയിരുന്നു. പക്ഷേ അവൾ എനിക്കിഷ്ടമുള്ള ചോക്കോല ഒക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറിയിരുന്നു. ട്രെയിൻ ഇങ്ങനെ പോകുന്നത് നോക്കിയിരുന്നു. തലേ ദിവസം മഞ്ഞ് പെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ജനുവരിയിൽ പോയതാണ്. ആ സമയത്തും വിൻ്ററാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് പെയ്ത് ഇങ്ങനെ കൂടുതൽ മഞ്ഞ് വീഴ്ചയൊന്നുമില്ല, അങ്ങനെ മഞ്ഞ് പെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ യാത്ര ആയതുകൊണ്ട് തന്നെ ഞാൻ ക്രോഷ്യ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള നൂലും അതിൻ്റെ ഹുക്കും ഒക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയത്, യാത്ര തുടങ്ങിയത്. കാരണം ദീർഘദൂരം മണിക്കൂറുകൾ ഇരിക്കേണ്ടതല്ലേ. അപ്പോൾ വായിക്കാനുള്ള പുസ്തകമൊക്കെ ഉണ്ട്. എന്നാലും ഇതൊരു പുതിയ ഹോബി ഞാനിപ്പോൾ തുടങ്ങിയതാണ്. യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇത് ഭയങ്കര കാമിങ് ആണ്. എനിക്കിത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു തൊപ്പി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ട്രെയിനിൽ തന്നെ ഇരുന്നപ്പോൾ ക്രോഷ്യ ചെയ്തു തുടങ്ങി. ഒരു മങ്ങിയ ദിവസമായിരുന്നു ഇത്, വെയിലൊന്നുമില്ല. എന്നാലും പുറത്തിങ്ങനെ ആ വിൻ്റർ ആവുമ്പോൾ ഈ ഹോൾ യൂറോപ്പിൽ ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നാകെ ഗ്രേ ആയിരിക്കും, ബ്രൗൺ, കൂടുതൽ കളറുകളൊന്നും ഉണ്ടാവില്ല. ഈ സമയത്താണ് ആളുകൾക്ക് വിൻ്റർ ഡിപ്രഷനൊക്കെ വരിക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഞാനിങ്ങനെ പുറത്ത് നോക്കിയിട്ട് എന്തായാലും ഇതൊക്കെ എനിക്ക് പുതിയ കാഴ്ചകളാണ്. അപ്പോൾ ട്രെയിനിൽ ഇതുപോലെ ബൈക്ക് കൊണ്ട് പോകുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ എവിടെ ആളുകളില്ല. ഒന്നാമത് ഇത് ഒരു ടൂറിസ്റ്റ് സീസണൊന്നുമല്ല, കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നൊരു സമയമൊന്നുമല്ല. സമ്മറിലൊക്കെയാണ് ഇവിടെ ഉള്ളവരൊക്കെ കൂടുതലായിട്ട് യാത്ര ചെയ്യുക. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ട്രെയിനൊക്കെ ഭയങ്കര എംപ്റ്റി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് പേരൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എംപ്റ്റി ആയിട്ടുള്ളത്. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഫുഡൊക്കെ എടുത്ത് കഴിച്ചത്. ഇത് നമ്മളുടെ പഫ്സ് പോലെ, ചോക്കോല എന്ന് പറഞ്ഞാൽ ബ്രെഡ്, ചോക്ലേറ്റ് ബ്രെഡ് എന്ന് ഫ്രഞ്ചിൽ അർത്ഥം. ഇത് ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. പഫ്സ് പോലെ മനുഷ്യനെ നാണം കെടുത്തുന്ന പോലെ അതിൻ്റെ ക്രംസൊക്കെ എല്ലായിടത്തും ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ വീണ്ടും ക്രോഷ്യ ചെയ്യാൻ തുടങ്ങി. ഇത് ഞാൻ തുടങ്ങിയത് ആയതുകൊണ്ട് തന്നെ ഞാനത്ര സ്പീഡിൽ ചെയ്യാനൊന്നും അറിയില്ല എനിക്ക്. അതായത് ഞാനങ്ങനെ ചെയ്തു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും അറിയുന്നത് പോലെയൊക്കെ ഇങ്ങനെ ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്നു. കുറേ നേരം ഇന്ന് ക്രോഷ്യ ചെയ്യാനൊന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വേറെ യാത്രക്കാരും. പിന്നെ പുറത്തെ കാഴ്ചകൾ അതിമനോഹരം എന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്നാമത് ഇങ്ങനെയുള്ള ഒരു വിൻ്റർ സീസണാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഭംഗിയുള്ള കാഴ്ചകളൊന്നുമില്ല. നല്ല മഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ ഭംഗിയാണ്. പക്ഷേ ഇത് ഇങ്ങനെ തണുത്തും മരവിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിയന്ന റെയിൽവേ സ്റ്റേഷൻ്റെ വിയന്ന എത്തിത്തുടങ്ങി. അതായത് ടൗണിൻ്റെ സിറ്റിയുടെ ഭാഗങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അതിൻ്റെ സബേർബൻ സ്ഥലങ്ങളിലൊക്കെ അതൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങി. അപ്പോൾ ആ ഭാഗത്തൊക്കെ വിയന്നയിൽ നല്ലൊരു സണ്ണി ഡേ ആണ് കേട്ടോ. ഞാൻ അവിടുത്തെ വെതർ നോക്കിയപ്പോൾ അവിടെ സണ്ണിയാണ്. പ്രാഗിൽ പക്ഷേ സണ്ണി അല്ലായിരുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ എൻ്റെ ലഗേജൊക്കെ എടുത്ത് പോന്നു. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിലേക്ക് നമുക്ക് വേറൊരു ട്രെയിൻ പിടിക്കണം. അപ്പോൾ അവിടെ നിന്ന് തന്നെ 5 യൂറോ ആയിരുന്നു തോന്നുന്നുണ്ട്. നമ്മൾ വേറൊരു ട്രെയിനിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ കാത്തു നിന്നു. അപ്പോൾ എയർപോർട്ടിലേക്കുള്ള ട്രെയിന് അത് ശരിക്കും ഭയങ്കര നല്ലൊരു കാര്യമല്ലേ. അതായത് ഭയങ്കര കൺവീനിയൻ്റ് അല്ലേ നമുക്ക് എയർപോർട്ടിലേക്ക് ട്രെയിനിൽ പോകാൻ പറ്റുന്നത്. അതിവിടെ മിക്ക സ്ഥലങ്ങളിലും
ഉണ്ട്. പ്രാഗിലില്ല. പ്രാഗിൽ നമുക്ക് ബസ്സിൽ പോവാം. അപ്പോൾ ഞാൻ എന്തായാലും വിയന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതുപോലെ ഒരുപാട് യാത്രക്കാരുണ്ട്. പക്ഷേ എൻ്റെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് രാത്രി 8 മണിക്കാണ്. ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 1:30 ഒക്കെ ആകുമ്പോഴേക്ക് എത്തുകയും ചെയ്തു. അതിൻ്റെ ശേഷമുള്ള വൈകുന്നേരം എത്തുന്ന ട്രെയിനുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ടെൻഷനായി. ഇനി എന്തെങ്കിലും ആ ഒരു ബഫർ ടൈമിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെയുള്ള ട്രെയിൻ എടുത്തത്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ വൈകുന്നേരം വരെ അവിടെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ക്രോഷ്യൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനുള്ള സമയമായി. അങ്ങനെ വീണ്ടും ഇങ്ങനെ ഒരുപാട് നേരം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഒരു എനിക്ക് പുതിയ സിറ്റിയോടും ഇവിടെ വിയന്നയിലൊന്നും ഞാൻ വന്നിട്ടില്ല. അപ്പോൾ അതെല്ലാം ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്, ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം സമയം ഓടണ്ടാത്ത, അതായത് കുറഞ്ഞ ട്രാൻസിറ്റ് അങ്ങനെ ഉള്ളത് എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു യാത്രയാണ് പ്ലാൻ ചെയ്തത്. ഇവിടെ നിന്ന് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റിനാണ് കയറുന്നത്. രാത്രി 8:15 കേട്ടോ. അപ്പോൾ കുറച്ചൊരു ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഇന്ത്യക്കാരും പിന്നെ യൂറോപ്യൻസും ഒക്കെ ആ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഫ്ലൈറ്റിൽ കയറി നമ്മളുടെ യാത്ര ആരംഭിക്കുകയാണ്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലാണ് കയറുന്നത്. അപ്പോൾ അവർ നമ്മൾക്ക് കുറേ ഫുഡൊക്കെ രാത്രിയായിരുന്നു, എന്നാലും അവർ ഫുഡ് സെർവ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഏകദേശം എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. എന്നാലും ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു. എനിക്ക് എയ്റോപ്ലെയിനിലുള്ള ഫുഡ് എനിക്ക് എത്ര ടേസ്റ്റിയാണെന്ന് പറഞ്ഞാലും എനിക്കത്ര ടേസ്റ്റി ആയിട്ട് തോന്നാറില്ല. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ എനിക്കൊരു വിൻഡോ സൈഡ് സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ പക്ഷേ അപ്പുറത്തെ സൈഡിലായിരുന്നു സൂര്യോദയം ഒക്കെ കാണാൻ പറ്റുന്നത്. ഞാനിരുന്ന സൈഡിൽ അതല്ലായിരുന്നു. അങ്ങനെ എന്തായാലും അതിൻ്റെ ചെറിയ വെളിച്ചമൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പുറത്തെ സൈഡിൽ നല്ല ഭംഗിയിൽ സൺറൈസ് കാണാൻ പറ്റുമായിരിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇപ്പുറത്തും കുഴപ്പമൊന്നുമില്ല ആ ഒരു ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതുവരെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ കുഴപ്പങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ യാത്ര ചെയ്തു. പക്ഷേ ഡൽഹിയിലെത്തിയപ്പോൾ ഭയങ്കര ഫോഗ് കാരണം നമ്മൾ വിമാനം ഇറങ്ങിയെങ്കിലും വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ നമുക്ക് പറ്റിയില്ല. അപ്പോൾ അതിൽ നമ്മൾ 2-3 മണിക്കൂറാണ് അതിൽ ഇരിക്കേണ്ടി വന്നത്. ഭയങ്കര ഫോഗായിരുന്നു, ഒന്നും കാണാൻ പറ്റാതെ. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ഡൽഹി വിമാനത്തിലിറങ്ങി വീണ്ടും കാത്തിരിക്കന്നെ ആയിരുന്നു. കാരണം ഇവിടെ നിന്നുള്ള ഫോഗ് കാരണം വിമാനങ്ങൾ വേറെ പോകുന്നില്ല. അപ്പോൾ എനിക്ക് 11 മണിക്കായിരുന്നു കൊച്ചി ഫ്ലൈറ്റ്, അത് ഡിലേ ആയി എന്ന് കണ്ടു. അപ്പോൾ 11 മണിക്കുള്ള ഫ്ലൈറ്റ് 3 മണിക്കാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒക്കെ ഞാനിങ്ങനെ ക്രോഷ്യ ചെയ്തുകൊണ്ടിരുന്നു ഇത്രയും മണിക്കൂറുകൾ. അങ്ങനെ ഞാൻ എൻ്റെ തൊപ്പി കംപ്ലീറ്റ് ആക്കി. കാരണം 3 മണിക്കുള്ള ഫ്ലൈറ്റ് പിന്നീട് അത് രാത്രി 8 മണിക്കാന്ന് പറഞ്ഞു. 8 മണിയായപ്പോൾ പറഞ്ഞു അത് 10 മണിക്കാണെന്ന്. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഗേറ്റിൻ്റെ മുന്നിൽ ഭയങ്കര അക്ഷമരായിട്ട് നമ്മൾ കുറേ നേരമായിരിക്കുന്നു. കാരണം രാവിലെ ഉള്ള ഫ്ലൈറ്റ് രാത്രിയാണെന്ന് പറഞ്ഞു. ഇതേപോലെ പ്രായമായവരും കുട്ടികളും ഒക്കെ ഇങ്ങനെ 100 ആയിരക്കണക്കിന് തന്നെ യാത്രക്കാർ പല ഗേറ്റിൻ്റെ മുന്നിലും ഓരോ വിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ അവർ ഭയങ്കര ഇറസ്പോൺസിബിളായിട്ടും ഭയങ്കര അൺപ്രൊഫഷണലായിട്ടുമാണ് അവിടെ പെരുമാറിയിരുന്നത്. അതായത് നമ്മൾക്കൊരു ആൻസറൊന്നും തരാതെ അവിടെ ഭയങ്കര ഡൽഹി എയർപോർട്ടിൽ ഭയങ്കര കയോട്ടിക് അവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ ലാസ്റ്റാണ് പറഞ്ഞത് നമ്മളുടെ ഫ്ലൈറ്റ് ക്യാൻസലായിന്ന്. അപ്പോൾ അതൊക്കെ ആയപ്പോൾ രാത്രി 10 മണിയായേ അപ്പോഴേക്ക്. അപ്പോൾ അതൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഞാൻ വീട്ടിൽ പറയാതെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഞാൻ ഡൽഹി എയർപോർട്ടിലുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഡൽഹി എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് അടുത്ത വേറെ വിമാനത്തിൽ വരാനുള്ള ടിക്കറ്റ് വീട്ടിൽ നിന്ന് എടുത്ത് തരിക കേട്ടോ ചെയ്തത്. ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക്. പക്ഷേ ഇതൊക്കെ ആ രാത്രി മുഴുവൻ ഞാൻ ഡൽഹി എയർപോർട്ടിൽ നിന്നു. പിന്നീട് രാവിലെയാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ വരുന്നത്.
അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് പിന്നെയുള്ള ഫ്ലൈറ്റ് വൈകുന്നേരമാണ് കൊച്ചിയിലേക്ക്. അങ്ങനെ ഞാൻ ബാംഗ്ലൂരെത്തി. അടുത്ത ദിവസം രാവിലെ ഭയങ്കര ടയറിങ് ആൻഡ് വൃത്തികെട്ടൊരു രാത്രിയായിരുന്നു എനിക്ക് ഡൽഹി എയർപോർട്ടിലുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഭയങ്കര ടയേർഡാണ്, വലിയ യാത്ര കഴിഞ്ഞ് വരികയാണ്, ഒരു ഓവർനൈറ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞ് വരികയാണ്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള കെയോട്ടിക് അവസ്ഥകളൊക്കെ. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിരുന്ന് ഫുഡ് കഴിച്ചു. ഇത് എന്ത് ഫുഡായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ആകെ ഓർമ്മയുള്ള ഒരു കാര്യം, ഇതിലൊന്നുപോലും എനിക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അത്രയും വിശന്നിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അങ്ങനെ എന്തായാലും കൊച്ചി ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്ന് ബോർഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് ബാംഗ്ലൂരിൽ നിന്ന് വൈകുന്നേരമാണ് കേട്ടോ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, ഇനി ഒന്നും നേരം വൈകരുതേ എന്നൊക്കെ. എന്തായാലും ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയായി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മാനോടൊക്കെ പറഞ്ഞ, ഉമ്മ നമ്മൾ ആ സ്ഥലത്ത് എത്തുന്നത് വരെ പ്രാർത്ഥന നിർത്തൂല. അതായത് നല്ല യാത്രയായിരിക്കണ, നല്ല ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവരുതേ എന്ന് പറയും, എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഞാനിത് വീട്ടിലൊന്നും പറയാതെ വന്നതല്ല, എനിക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വീട്ടിലൊക്കെ പറഞ്ഞിട്ട് നല്ലപോലെ അങ്ങനെയൊക്കെ വരണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. കാരണം ഇത് അത്രയും മണിക്കൂറുകളായി ഞാൻ പ്രാഗിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് ശരിക്കും ഉറങ്ങാനോ നല്ലപോലെ, ഭക്ഷണം ഓക്കെ ആയിരുന്നു, പക്ഷേ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രഷായി അതിനൊന്നും പറ്റിയില്ലല്ലോ. അങ്ങനെ ഭയങ്കര എന്താ പറയുക, നമ്മൾ ഒന്നാമത് ഫിസിക്കലി പിന്നെ മെൻ്റലി നമ്മൾ ടയറിങ് ആവുന്ന ഒരു യാത്രയായിരുന്നു ഇത്. ഞാൻ എൻ്റെ ഫാമിലീൻ്റെ അടുത്ത് മിണ്ടാതെ അവർക്കൊരു സർപ്രൈസായിട്ട് പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ അതെല്ലാം പ്ലാൻ കൊളായി. ഞാനത് അവരെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവരെനിക്ക് അങ്ങോട്ടും ഉള്ള ടിക്കറ്റ്സൊക്കെ എടുത്തു തന്നു. അപ്പോൾ അത്രയും ഒരു എന്താ പറയുക, അത്രയും സമയനഷ്ടം, മാനഹാനി, ഇങ്ങനെല്ലാം സംഭവിച്ച ഒരു സർപ്രൈസ് യാത്രയായിരുന്നു ഇത്. അങ്ങനെ വൈകുന്നേരം ആണ്, ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ നമ്മളുടെ ഫ്ലൈറ്റ് കൊച്ചിയിൽ ലാൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം 55 മണിക്കൂറെങ്ങാനുമായി ഞാൻ ഈ യാത്ര തുടങ്ങിയിട്ട്. അത്രയും സമയമെടുത്തു. എപ്പോഴോ വീട്ടിലെത്തേണ്ട ഞാനാണ്, പക്ഷേ എനിക്കറിയില്ല, എന്തൊക്കെയോ കാരണങ്ങൾ കാരണം വരാനുള്ളതൊന്നും വഴി തങ്ങൂലല്ലോ. അങ്ങനെ എന്തായാലും കൊച്ചി എത്തിയപ്പോൾ കൊച്ചി എത്തി എന്നുള്ള ഒരു ഭയങ്കര സന്തോഷം എനിക്കുണ്ടായിരുന്നു. ഈ ഒരു യാത്ര ഇങ്ങനെയാവുമെന്ന് ഞാൻ തീരെ വിചാരിച്ചല്ല. എൻ്റെ എല്ലാ പ്ലാനുകളും വെള്ളത്തിലായ ഒരു യാത്ര. അങ്ങനെ എന്തായാലും ഞാൻ നാട്ടിലെത്തി, ഇത്രയും മണിക്കൂറുകൾക്കും ഇത്രയും വിമാനങ്ങൾക്കും ശേഷം. അപ്പോൾ ഇതാണ് എൻ്റെ സർപ്രൈസ് വിസിറ്റ്, സർപ്രൈസ് അല്ലാതെ പോയ വിസിറ്റ്.